അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വാക്കാണ്. എന്റെ അടിമനോ എന്നിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ അതിന്റെ 10 മടങ്ങ് ഇരട്ടിയായി ഞാൻ അവനിലേക്ക് അടുക്കും. കഴിഞ്ഞൊരു മാസം നമ്മൾ ചെയ്ത പണി എന്താണെന്ന് വിചിന്തനം നടത്തണം. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ പകല് മുഴുവനും ഭക്ഷണം മാറ്റിവെച്ചു, നമ്മൾ പകല് മുഴുവനും വെള്ളം മാറ്റിവെച്ചു. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒഴിവാക്കാണ്. എന്തിന്? എന്റെ റബ്ബിലേക്ക് അടുക്കാൻ. അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നോമ്പ് നോറ്റു. അപ്പൊ അള്ള എന്ത് ചെയ്യും? നമ്മൾ ഒരു ചാണെടുത്താൽ അള്ള ഒരു മുഴമെടുക്കും. നമ്മൾ തറാവീഹ് നിസ്കരിച്ചു, നമ്മൾ ജമാഅത്തിന് പങ്കെടുത്തു, നമ്മൾ സ്വതക്ക ചെയ്തു. നമ്മുടെ മുതല്, നമ്മൾ പണിയെടുത്തുണ്ടാക്കിയ നമ്മുടെ സ്വത്ത്, നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ മേശയിലിരുന്ന നമ്മുടെ പണം നമ്മൾ എടുത്തിട്ട് അർഹരിലേക്ക് അതിങ്ങനെ ഒഴുകാണ്. ഇനിയോ ഒരു ഇബാദത്തിനും മടുപ്പില്ലാതെ നമ്മൾ നിർവഹിച്ചു. മുസ്ഹഫ് തുറക്കാതിരുന്ന നമ്മൾ ഖുർആൻ തുറന്നു, അത് തുറന്നു നോക്കി ഓതി. ഖത്മ തീർത്തവരുണ്ട്, ഒരു ഖത്മ തീർത്തവര്, 2 തീർത്തവര്. അല്ല, ഖത്മ തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിയുന്നത് പോലെ ഒരു പേജെങ്കിലും ഖുർആൻ ഓതി എന്ന വിശ്വാസി. ആ നിലയിലേക്ക് നമ്മൾ അള്ളാഹുവിലേക്കുള്ള പാന്താവിലേക്ക്, അള്ളാഹുവിലേക്കുള്ള വഴിത്താരയിലൂടെ നമ്മൾ നടക്കാൻ തുടങ്ങി. അപ്പൊ എന്താ ഉണ്ടാവുക? അതാ അള്ളാഹു പറഞ്ഞത്, എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ ഒരു മുഴമെടുക്കും. അവനൊരു മുഴമെടുത്താൽ, അതാണ് ആ ഹദീസിന്റെ പ്രധാന കണ്ടന്റ്. അവിടെ കൊണ്ട് അവസാനിപ്പിക്കല്ല. ചാണെടുത്താൽ ഞാനൊരു മുഴ അടുക്കുന്നല്ല, അവനൊരു മുഴമെടുത്താൽ ഞാനൊരു കൈ അടുക്കുന്നതാണ്. അവൻ നടന്നു വന്നാൽ, അവൻ എന്നിലേക്ക് നടന്നാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുന്നതാണ് എന്ന് അല്ലാഹു പറഞ്ഞുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 30 ദിവസം നോമ്പ് പിടിച്ച നമ്മള്, 29 ദിവസം നോമ്പെടുത്ത നമ്മള്, 30 തറാവീഹകൾ നിർവഹിച്ച നമ്മള്, അല്ലെങ്കിൽ 29 തറാവീഹ് നിർവഹിച്ച നമ്മള്, സദഖ ചെയ്ത നമ്മള്. അപ്പൊ അള്ളാഹു നമ്മളുമായിട്ടുള്ള ബന്ധം എവിടെയായിരിക്കും? അള്ളാഹു നമ്മളുമായിട്ട് കൂട്ട അടുപ്പത്തിന്റെ ലെവൽ എവിടെയാ? അപ്പൊ നമ്മുടെ അടുത്ത് എത്ര അടുത്താണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് വെച്ചുകൊണ്ട് നമ്മളും അള്ളാഹു തമ്മിലുള്ള ദൂരം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല അടുപ്പത്തിലായി. പെരുന്നാളിന്റെ സന്ദേശമായിട്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട മഹല്ല് നിവാസികളോട് പറയാനുള്ളത്, അള്ളാഹു നമ്മളും ഏറ്റവും അടുത്ത നിലയിലാണ് നിൽക്കുന്നത്. ഞാൻ എന്റെ അടിമയോട് അടുത്തിട്ടുണ്ട്. ഈ അടുപ്പം ഇനി ദൂരത്താകരുത്. ഇനി നമ്മൾ പഴയ പാട്ടിന് പോകരുത്. പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ഹറാമ് കലർത്തിയിട്ടല്ല. 29 ദിവസത്തെ കരുപ്പട്ടിണിയെ സിനിമാ തിയേറ്ററിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് കലമുടുക്കരുത്.